ഹായ് അസ്സാം വലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. ഇതാ ഒരു 3 പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് വരട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേഷൻ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഉള്ളിലേക്കൊന്നൊക്കെ പിടിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ ഇതിൻ്റെ മാരിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടതാണ് പറയുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ, ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് വരുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി, അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന ഇല, അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഗ്രീൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ചിക്കനിലേക്ക് ഈ ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ചിക്കനിലെ എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ 3rd സ്റ്റെപ്പ് മാരിനേഷന് വേണ്ടിയിട്ട് ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തൈര്, അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 1.25 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇതാന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നത് ഡിന്നറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മാരിനേഷനൊക്കെ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒരു മാരിനേഷനൊക്കെ ചിക്കനിൽ പിടിച്ച് കിട്ടിയിട്ട് നല്ല ടേസ്റ്റി തന്നെയായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്കൊരു പാന് ചൂടായി വന്നാൽ അതിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കുറച്ച് ഇതിൽ തന്നെ ആക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രില്ല് ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഓരോ പീസായിട്ട് നമുക്ക് അതിലേക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് മീഡിയം ടു ഹൈയിലാക്കി വെക്കണം ഫ്ലെയിം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചിക്കനെല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ മറ്റേ സൈഡും കൂടെ റെഡിയാവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയി. ആ സൈഡ് കുക്കായി വരുന്ന ഒരു സമയം തന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു മസാല കുറച്ചുകൂടെ ഒന്ന് ഈ ചിക്കൻ പീസസിലൊക്കെ ഒന്നുകൂടെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ പീസസ് എല്ലാം ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മൂടി അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ എന്നിട്ട് ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും മൂടി ഓപ്പൺ ആക്കുക. എന്നിട്ട് വീണ്ടും അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഒരു ഏകദേശം ഒരു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് നിങ്ങൾ മൂടി ഓപ്പൺ ആക്കി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതാക്കിയെടുക്കണം. ലാസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ചിക്കൻ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എന്തായാലും മൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതൊരിങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുക. ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി ഓപ്പൺ ആക്കി ചെയ്യുമ്പോൾ ഒന്നുകൂടെ ചിക്കൻ നല്ലതായിട്ട് തന്നെ മുരിഞ്ഞ് വരും. അപ്പോൾ ചിക്കൻ പീസൊക്കെ 2 സൈഡും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതാ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഉള്ളിൽ നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.